നല്ല ഗ്രേവിയും സ്പൈസിയും ഒക്കെ ആയിട്ടുള്ളൊരു ഞണ്ട് കറി നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ചോറ്റിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ അടിപൊളിയാണ്. അപ്പോൾ ആദ്യമായിട്ടൊക്കെ കാണുന്നവരുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ കൂടി മറക്കല്ലേ. നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. അപ്പോൾ ഇതിനായിട്ട് നമുക്ക് 3 സവാള ചോപ്പ് ചെയ്ത്, ഒരു തക്കാളി എരിഞ്ഞത്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 2 പച്ചമുളക്, കറിവേപ്പില, അതോടൊപ്പം തന്നെ സ്പൈസസ് ആയിട്ടുള്ള മല്ലിപ്പൊടി, മുളക് പൊടി, മസാലപ്പൊടി, മഞ്ഞൾപ്പൊടി, അല്പം കുരുമുളക് കൂടി എടുത്ത് വയ്ക്കാം. അരമുറി തേങ്ങയുടെ പാലും കൂടി എടുത്ത് വയ്ക്കാം. ഇനി ഗ്യാസ് പറ്റിച്ച് ചട്ടി അടുപ്പത്ത് വെച്ച് ചട്ടി ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് എണ്ണ ചേർക്കാം. അതിലേക്ക് സവോള ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അല്പം ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്യാം. അതിലേക്ക് നമുക്ക് 2 പച്ചമുളകും ചേർത്ത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്തിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വരുമ്പോഴത്തേക്കും നമുക്ക് സ്പൈസസ് എല്ലാം ആഡ് ചെയ്യാം. സ്പൈസസ് എല്ലാം ഒന്ന് ആഡ് ചെയ്ത് 2 മിനിറ്റ് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. അതിൻ്റെ പച്ചമണമൊക്കെ മാറി വരുമ്പോഴേക്കും അതിലേക്ക് നമുക്ക് കറിവേപ്പിലയും തക്കാളിയും ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അടച്ച് വെച്ചിട്ട് നമുക്കൊരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. തുറന്നതിന് ശേഷം അതിലേക്ക് നമുക്ക് ചൂടുവെള്ളം ആഡ് ചെയ്യാം. ചൂടുവെള്ളം തന്നെ യൂസ് ചെയ്യണം, പച്ചവെള്ളം യൂസ് ചെയ്യാൻ പാടില്ല. അതിൻ്റെ ടേസ്റ്റിന് വ്യത്യാസം വരും. ഒരു 2 മിനിറ്റ് കൂടി അടച്ചു വെച്ച് കുക്ക് ചെയ്തിട്ട് തുറക്കുമ്പോഴത്തേക്കിന് എണ്ണയൊക്കെ തെളിഞ്ഞിരിക്കും. അതൊന്ന് മിക്സ് ചെയ്തിട്ട് അതിലേക്ക് നമുക്ക് ക്ലീൻ ചെയ്ത ഞണ്ടിൻ്റെ പീസുകളെല്ലാം ആഡ് ചെയ്യാം. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് ചേർക്കാം. എന്നിട്ട് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ അല്പം ഉപ്പ് കൂടി ചേർക്കാം. ഒരു 5 മിനിറ്റ് നമുക്ക് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. ഇത് വെന്ത് തുടങ്ങുന്നതിൻ്റെ ഭാഗമായിട്ട് ഞണ്ടൊക്കെ ചുമന്ന് വരുന്നുണ്ടാകും. അത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ചതച്ച കുരുമുളക് ചേർക്കാം. നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അതിലേക്ക് നമ്മുടെ തേങ്ങാപ്പാലിൻ്റെ മിക്സ് കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് സിമ്മിലിട്ടിട്ട് നമുക്കൊരു 5 മിനിറ്റ് കുക്ക് ചെയ്യാം. എണ്ണയൊക്കെ തെളിഞ്ഞ് നമ്മുടെ കറി അപ്പോഴത്തേക്ക് റെഡിയാവും. അപ്പോൾ തന്നെ നമുക്ക് സെർവ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു 1 അവർ വെയിറ്റ് ചെയ്യാം. എന്തായാലും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്കുകൾ അറിയിക്കാൻ മറക്കല്ലേ. അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം.